ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വോയിസർ കൊടുക്കുന്നത് ഞാനാണ്. എൻ്റെ പേര് അല്ലമാൻ. ഞാൻ സച്ചുവിൻ്റെ ബ്രദറാണ്. ഞാനും ഉമ്മയും സച്ചുവും ഹന്നാത്തിയും സച്ചുവിനെ കൂട്ടി ഒരു ആസ്റ്റർ മെഡ്സിറ്റി പോയതാണ്. ഞാൻ ബസ്സിനകത്ത് ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. ഞാൻ നന്നായി എൻജോയ് ചെയ്തൊരു ട്രാവലാണ്. എൻ്റെ ഉമ്മ പറഞ്ഞത് പ്രൈവറ്റ് ബസ്സാണെന്നാണ് പറഞ്ഞത്. മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു, അടിച്ച് പൊളിച്ച് യാത്രയായിരുന്നു. ആ ഡ്രൈവർ അങ്കിളാണെങ്കിൽ എനിക്കിഷ്ടമുള്ള മ്യൂസിക്കൊക്കെ ഇട്ട് തന്നു. ഞങ്ങൾ മോർണിംഗിന് 7 o'clock ഇറങ്ങിയാണ്. ഭയങ്കര ലോങ് ആയിട്ടുള്ള യാത്രയായിരുന്നു. ഹന്നാത്തീനെ ഞങ്ങൾ കായംകുളത്തു നിന്ന് പിക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഹന്നാത്തി എൻ്റെ കസിൻ സിസ്റ്ററാണ്. കായംകുളത്ത് എൻ്റെ ഉമ്മയുടെ 2 സിസ്റ്റർമാരുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉമ്മ ബനാനയും വാട്ടറും മേടിച്ച് വെച്ച് ഞങ്ങൾ ബസ്സിനകത്തിരുന്ന് കഴിച്ചു. ഞങ്ങൾ ആസ്റ്റർ മെഡ്സിറ്റി എത്തിയപ്പോൾ 1 o'clock ആയി. ഞങ്ങളെല്ലാവരും ഭയങ്കര ടയേർഡായി. 3 ബസ് കയറി ഇറങ്ങി, അതുകൊണ്ടാണ് കൂടുതൽ ടയേർഡായത്. ഉമ്മ പെട്ടെന്ന് പോയി സച്ചുവിൻ്റെ ടോക്കൺ എടുത്തുകൊണ്ട് വന്നു. കൺസൾട്ടിന് കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. അകത്ത് വന്ന് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് കൂളായി. കാരണം ഭയങ്കര വെയിലത്തു നിന്നാണ് വന്നത്. അകത്ത് ഭയങ്കര ഫുൾ AC ആണ്. സച്ചുവിനെ കാണിച്ചിട്ട് പെട്ടെന്ന് ഉമ്മ വന്നു. സ്കാൻ ചെയ്തു, അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ടൈം കൊണ്ട് അകത്ത് തന്നെ ചെറിയ ചെറിയ ഷോപ്പുണ്ട്, അതിലൊക്കെ കയറി. പിന്നെ ഫുഡ് കഴിച്ചു. കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി. ഹന്നാത്തിയും സച്ചുവും കൂടെ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ഉമ്മ എനിക്കൊരു വാച്ച് മേടിച്ചു തന്നു, പിന്നെ ഒരു ടോയ്സും മേടിച്ചു തന്നു. ഉമ്മയെ ഡോക്ടർ വിളിച്ച്. സച്ചുവിനെയും കൊണ്ട് ഉമ്മ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഞാനും ഹന്നാത്തിയും അവിടെ കടന്ന് ഓരോന്നോരോന്ന് കണ്ട്. ഹന്നാത്തിയാണ് വീഡിയോ എടുക്കുന്നത്. ഹന്നാത്തിക്ക് പേടിയാണ് ഞാൻ കൈ വിട്ട് പോകുന്നത്. ഉമ്മ ഹന്നാത്തിയെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടാൻ വൈകുമെന്ന് പറഞ്ഞു. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മയൊന്ന് ഞങ്ങൾ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോയി. സച്ചുവിന് കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. സച്ചു ഫുട്ബോൾ കളിക്കാൻ പോയി വീണ്. അതിന് ശേഷമുള്ള ഇഷ്യൂ ആണ്. 2020 സർജറി കഴിഞ്ഞു. പിന്നെ എല്ലാ മന്തും ഫോളോ അപ്പ് ചെയ്യണം. എല്ലാ ടൈമും മാമയാണ് ഞങ്ങളെ കാറിൽ കൊണ്ടുപോകുന്നത്. ഈ വർഷം ഫസ്റ്റ് ടൈമിലാണ് ബസ്സിൽ. ഞങ്ങൾ അവിടെല്ലാം നടന്ന് ചുമ്മാ ചില്ലടിച്ച്. സമയം പോയൊന്നും അറിഞ്ഞില്ല, നല്ല രസമായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുത്തെ തന്നെ ക്യാൻറ്റീനിൽ പോയി ടീ കുടിച്ച്. പിന്നെ ഉമ്മ ഞങ്ങൾക്ക് ബർഗർ വാങ്ങി തന്നു. ക്യാൻറ്റീനിൽ ഭയങ്കര തിരക്കായിരുന്നു. ഗാർഡനിൽ പോയി. ഐ ലൈക്ക് ഇറ്റ്. ക്യാമറയ്ക്കകത്ത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ ജാസ്മിൻ ചെടികളുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റാണ് അത്. എൻ്റെ ഉമ്മയായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ പൂക്കട കാണുമ്പോൾ ഉമ്മി വണ്ടി ഒന്ന് സ്ലോ ചെയ്യും. മുല്ലപ്പൂവിൻ്റെ മണം അത്രയും ഫേവറേറ്റാണ്. ഈ ഹോസ്റ്റലിൽ തന്നെ ഹൗസ് ബോട്ടുണ്ട്. അതിൽ കയറി കുറേ സമയം സ്പെൻഡ് ചെയ്ത്. ഹൗസ് ബോട്ടിനകത്ത് ട്രാവലിങ്ങിന് ടൈമുണ്ട്. 4 o'clock ആയില്ലെങ്കിലും ഭയങ്കര വെയിലായിരുന്നു അവിടെ. ഉമ്മച്ചിക്ക് ഭയങ്കര ടെൻഷനാണ് ഞങ്ങൾ വെയിലത്തിറങ്ങുമ്പോൾ. ബീച്ചിൽ പോകുമ്പോഴും പേടിയാവുമ്പോൾ ഞങ്ങൾ വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങുമ്പോഴും. ഉമ്മച്ചി കുറേ കളഞ്ഞ് ഞങ്ങളെ വിളിച്ചു. അകത്ത് കയറി അങ്കിളിനോട് ചോദിച്ചു ഇത് കൊണ്ടുപോകുമെന്ന്. 5 o'clock ആകുമ്പോൾ ട്രാവൽ ചെയ്യത്തോളെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉമ്മ നോ പറഞ്ഞു. പിന്നെ മാമനായിട്ട് വരുമ്പോൾ ഒരു ദിവസം കയറ്റാമെന്ന് പറഞ്ഞു. ഗൈസ്, അതുകൊണ്ട് ഈ റെഡ് കളർ സാധനം എന്തൊരു ഭംഗിയാണ്. തിരിച്ചു പോകുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ഒരു വണ്ടിക്കകത്താണ്. ആ വണ്ടിക്കകത്തിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. കുറേ വീഡിയോ എടുത്തു ഞങ്ങൾ. അതിനകത്തിരുന്ന് ഹന്നാത്തിയും വീഡിയോ പിടിച്ചു, ഉമ്മയും വീഡിയോ പിടിച്ച്. ആ
ഡ്രൈവർ അങ്കിൾ കുറേ കാര്യം എന്നോട് ചോദിച്ചു. ഈ വണ്ടി ഞങ്ങൾ എക്സിറ്റിൽ കൊണ്ടുവിടാൻ പോവുകയാണ്. ഡിസ്റ്റൻസ് ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്നും എക്സിറ്റ് വരെ. ആ ഹോസ്പിറ്റലിനകത്ത് ഫുൾ ട്രാഫിക് ആയിരുന്നു. ശരിക്കും വണ്ടിയാണ് 2 വീലറും 4 വീലറും. കഥകളൊക്കെ പറഞ്ഞ് കൂളായിട്ടാ പോയത്. കുറച്ച് നിങ്ങൾ കണ്ടു നോക്ക്. കുറേ ലോങ് ആയിരുന്നു. അങ്കിള് കൊണ്ടുവന്ന് ഞങ്ങളെ എക്സിറ്റിൽ ഇറക്കി. ഞാൻ അങ്കിളിനോട് ടൈംസ് പറഞ്ഞു. ഞങ്ങൾ എറണാകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ റെസ്റ്റ് റൂം ഉണ്ടായിരുന്നു. അവിടെ കയറി റെസ്റ്റ് എടുത്തു. 7 o'clock ഉണ്ടായിരുന്നുള്ളൂ ഓച്ചിറയുള്ള ബസ്. ഇത്രയേ ഉണ്ടുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,